എന്റെ മകളെ വിശ്വസിക്കും. അതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ എന്റെ നന്ദിനി വിശ്വസിക്കും. മനസ്സിലായോ? ഇവര് ഈ നിൽക്കുന്ന 2 പേര് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി എന്തും ചെയ്യും. സ്വന്തം കുടുംബത്തെ പോലും ചതിക്കാൻ മടിയില്ലാത്തവരാണെന്ന് വ്യക്തമായിട്ട് പത്മ മേഡത്തിന് അറിയാവുന്നതാ. എന്നിട്ടും അവരെ അങ്ങ് വിശ്വസിച്ചു. കാരണം എന്താ? അവര് നന്ദിനിക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് മാത്രം. അല്ല, നിങ്ങളിൽ ആരെയാ ഞാൻ വിശ്വസിക്കണ്ടേ? നന്ദിനി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടാതെ പൂട്ടി വെച്ചിരുന്ന അവളെ നിങ്ങൾ ഞാൻ വിശ്വസിക്കണോ? അതിന് വലിയ തെളിവെന്താ നിങ്ങൾ എനിക്ക് തരാനുള്ളത്? അല്ല, ഇനി ഒരു സംശയം കൂടി എനിക്ക് ചോദിക്കാനുള്ളൂ. സുഖമില്ലാതെ ഞാൻ കിടന്നിരുന്ന സമയത്ത് എന്നെ ഏതെങ്കിലും വഴിക്ക് കൊല്ലാൻ കൂടി ഏൽപ്പിച്ചിരുന്നോ സ്വന്തം മോളോട്? സൂര്യ, സ്റ്റോപ്പ് ഇറ്റ്. ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ഇനി അതിരു വിട്ടു പോവല്ലേ? നന്ദിനി, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. ആ കൈ നന്ദി. കൺഗ്രാസ് നന്ദിനി. ദേ, ഇങ്ങനെയാണ് താൻ ചെയ്യേണ്ടത്. തെറ്റ് ചെയ്യുന്നവരുടെ സ്ഥാനം നോക്കാൻ പാടില്ല. അടിക്കേണ്ട സമയത്ത് അവരെ അടിച്ചിരിക്കണം. ദേ, ഈ നിൽക്കുന്ന 2 പേരായാലും ശരി, അതിന് മുകളിലുള്ളവരായാലും ശരി, ആവശ്യമില്ലാതെ തന്നെ ദ്രോഹിക്കാൻ വന്ന തന്റെ ദേഷ്യം തീരുന്നത് വരെ തല്ലിക്കും. ഇത് ഞാൻ തനിക്ക് അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യം. കേട്ടല്ലോ എല്ലാവരും? ദേ, പാടത്തും പറമ്പത്തും അടുക്കളയിലും ഒക്കെ പണിയെടുത്ത് ബലപ്പെട്ട കൈയാ നന്ദിനിയുടേത്. മനസ്സിലായ? അടി കിട്ടിയാലേ വേദനിക്കും. അതെ, മനസ്സിലാക്കിക്കോ എല്ലാവരും. പൊന്നു പെങ്ങൾക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം കേട്ടോ. നീ ഇപ്പൊ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലടാ. ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെയൊക്കെ ദ്രോഹിക്കാൻ തന്നെയാണല്ലേ നിന്റെ തീരുമാനം? അതെ, അതിലേ ഒരു സംശയം വേണ്ട. എന്റെ കൺമുന്നിൽ വെച്ചോ ഞാൻ അറിയുന്ന രീതിയിലോ നന്ദിനെ നിങ്ങൾ തൊടില്ല. തൊട്ടാ പിന്നെ ആ കൈയാണെങ്കില്ല ആരുടേതായാലും. ഓ, ഞാനും പോ. ഇതാ പോണില്ലേ? ഓ ഓ. എന്തിനു സാർ ഇതൊക്കെ ചോദിക്കാൻ പോയത്? രാജുവേട്ടനാണോ സാറിനോട് ഇതൊക്കെ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് എങ്ങനെയാണോ ഒന്നും പറയാൻ നടക്കാൻ തോന്നുന്നത്? അറ്റ്ലീസ്റ്റ് എനിക്കൊരു സൂചനയെങ്കിലും തരണ്ടേ? എന്നെ കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണ് എന്റെ കൂടപ്പുറപ്പുകളെന്ന്. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കണ്ടേ നന്ദിനി? സർ, ഇതിന്റെ പേരില് രാജുവേട്ടൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നറിയോ? രാജുവേട്ടനെ ആരും തൊടില്ല. രാജുവേട്ടൻ എന്നോട് കള്ളം പറയില്ല. ഞാൻ ചോദിച്ചാലേ നടന്നതൊക്കെ എന്നോട് വിശദീകരിക്കും. രാജുവേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതെ, താനിവിടെ ഇരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ. ഇരിയടോ, ഇരിക്ക. എന്താ? അല്ല, ചേച്ചിയെ തല്ലാൻ എങ്ങനെയാണോ പറ്റിയത്? എന്താ സർ, ഞാനത് മറക്കാൻ ശ്രമിക്കാം. അപ്പൊ വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കാണോ? താനിവിടെ ഇരിക്ക്, എന്നിട്ട് പറ. പറ. ഇവരൊക്കെ ഏതു നേരവും വേലക്കാരി വേലക്കാരി എന്ന് വിളിച്ച് തന്നെ ആട്ടി ഓടിക്കുന്നതല്ലേ? മോശം വാക്കുകൾ മാത്രം സംസാരിക്കുന്നതല്ലേ? പിന്നെ എങ്ങനെയാ
അടിക്കാനുള്ള ധൈര്യം തനിക്ക് കിട്ടിയത്? സാറിന് ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ നിമിഷം മുതൽ സാറിന്റെ ദേഹത്ത് ഒരു പൂഴിത്തരി വീഴുന്ന പോലും എനിക്ക് സഹിക്കില്ല സർ. സാറിനെ ദ്രോഹിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഇവിടെയുള്ളവരായാലും ശരി പുറത്തുള്ളവരായാലും ശരി ഞാൻ തല്ലിയിരിക്കും. ഇതാണ് സ്പിരിറ്റ്. എന്റെ നന്ദിനി, താനേ ഈ മൂടങ്ങ് മുന്നോട്ട് കൊണ്ടുപോയുണ്ടല്ലോ, ഇവിടെയുള്ള സകല വിഷപ്പാമ്പുകളും തന്റെ കാൽ കീഴിൽ വന്ന് കിടക്കും. എനിക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല സർ. ഒരു ചെറിയ പരിഗണന മാത്രം കിട്ടിയാൽ മതി. ഞാൻ സന്തോഷമായിട്ട് ഇതിനകത്ത് ജീവിച്ചോളാം. സർ, ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുന്ന സാറിന് എങ്ങനെ വിശ്വാസം തോന്നിയേ? അതെന്താണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഉറപ്പുള്ളൊരു കാര്യം, താൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നുള്ള വിശ്വാസം. ഇവർ ഇനിയും ദ്രോഹിച്ചിരുന്നെങ്കിൽ താൻ എന്നെ വിട്ടു പോവായിരുന്നു? ഇല്ല സർ. ചാകണമെന്ന് തോന്നിയാൽ പോലും ഞാൻ സാറിന്റെ കാൽക്കീഴിലേക്ക് വരുമായിരുന്നു. സാറിന്റെ അടുത്ത് കടന്നെ നന്ദിനി ചാവും. ആര് പറഞ്ഞാലും ഞാൻ പോവില്ല സർ. നാളെ സാറ് തന്നെ എന്നെ ആട്ടി ഓടിച്ചാലും സാറിന്റെ അടുത്തൊന്നും ഞാൻ പോവില്ല. താങ്ക്സ് നന്ദിനി. ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് സാറിനെ അറിയിക്കാൻ ഞാൻ ഒരുപാട് നോക്കി. രാജുവേട്ടനെ കൊണ്ടൊരു സ്ലേറ്റ് വാങ്ങിപ്പിച്ചു. സൂര്യ സാർ ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി ടെറസിൽ നിന്നത് കെട്ടിത്താഴ്ത്തി ഇവിടെ ഇട്ടു. പക്ഷെ സാറത് കണ്ടില്ല. എന്തോ അവിടെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഞാൻ കണ്ടു. പക്ഷെ ഞാനൊന്ന് നോക്കുമ്പോഴേക്കും അതൊക്കെ മേളിലേക്ക് ഉയർന്നു പോയിരുന്നു. എന്റെ ഭാഗ്യക്കേട്. അല്ലെങ്കിൽ സാറത് കാണുമായിരുന്നു. സാരില്ല നന്ദിനി, അവര് നമുക്കെതിരെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നമ്മളെ തമ്മിൽ അകറ്റാനും നോക്കും. പക്ഷേ അവര് കൂടുതൽ കൂടുതൽ അകറ്റും തോറും ഞാൻ ഇങ്ങനെ തന്നെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിക്കും. നമ്മൾ പിരിയില്ല കേട്ടോ, നമുക്ക് പിരിയാൻ പറ്റില്ല.